ഒരു സഹപ്രവർത്തകയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സ്വാഭാവികമായും നമ്മളൊക്കെ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടല്ലേ. അവരെ ഫോണിൽ വിളിച്ചും നേരിട്ട് സന്ദർശിച്ചും പിന്തുണ അറിയിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന യുവതിയെ മാധ്യമപ്രവർത്തകരിൽ ചിലർ സന്ദർശിച്ചത് സ്വാഭാവികമായും അവർക്ക് പിന്തുണ നൽകാനാകാം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ മാധ്യമപ്രവർത്തകരിലേക്കും പോലീസ് എന്തുകൊണ്ടാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്? ഗർഭചിത്രം നടത്തിയ യുവതിയെ രാഹുലിനായി സ്വാധീനിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. 3 വനിതാ മാധ്യമപ്രവർത്തകരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അതിനിടെ രാഹുലിനെതിരെ പരാതി നൽകിയ 2 പേരിൽ നിന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് രൂപം നൽകിയ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക തെളിവ് ശേഖരണം നടത്തുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഗർഭചിത്രം നടത്തിയ യുവതിയെ പരാതി നൽകുന്നതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ ശ്രമിച്ച 3 വനിതാ മാധ്യമപ്രവർത്തകരെ കേന്ദ്രീകരിച്ചുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ സൂചനകളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം നൽകി പരാതി നൽകുന്നതിൽ നിന്ന് യുവതിയെ പിൻവലിപ്പിക്കാനുള്ള നീക്കമാണ് 3 പേർ നടത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ കണ്ടെത്തൽ. അത് ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിനായി ഇവരുടെ ഫോൺ കോൾ റെക്കോർഡുകളടക്കം വിശദമായി പരിശോധിക്കും. അതോടൊപ്പം പരാതി നൽകാൻ യുവതി തയ്യാറാകാതിരുന്നത് ഈ വനിതാ മാധ്യമ പ്രവർത്തകരുടെ സ്വാധീനത്തെ തുടർന്നാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ വനിതാ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെയൊരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്താനിടയായ സാഹചര്യം എന്ത് എന്നതിനെക്കുറിച്ചും അന്വേഷണം നടക്കും. അവിടെ ഏതെങ്കിലും തരത്തിൽ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫോൺ സംഭാഷണത്തിനിടയിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും സന്ദേശങ്ങൾ കൈമാറുന്നതിനിടയിലോ അങ്ങനെയുള്ള ചാറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുന്നതിനുള്ള നീക്കമായിരിക്കും അന്വേഷണ സംഘം നടത്തുക. അങ്ങനെയെങ്കിൽ ഈ 3 വനിതാ മാധ്യമ പ്രവർത്തകരെ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ സമയം തേടും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.